വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് ഹീലിംഗ് മെത്തേഡാണ് ഹോഓപ്പനോപ്പന. ഇത് ഹവായ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്ത് അവരുടെ കമ്മ്യൂണിറ്റി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു യൂണിവേഴ്സൽ പ്രെയർ ആയിരുന്നു. ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ സൈക്യാട്രിക് ഹെഡായി ചാർജ് എടുത്തു. അന്ന് മുതൽക്കാണ് ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത്, ഈ ഒരു പ്രാക്ടീസ്. ആ വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 100ഓളം പേഷ്യൻസ് ഉണ്ടായിരുന്നു അവിടെ. സൈക്യാട്രിക് പേഷ്യൻസ് എന്നുള്ളത് മാത്രമല്ല, അവർ ക്രിമിനൽസ് കൂടിയായിരുന്നു. സോ അവരെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അവിടെ ചാർജ് ഏറ്റെടുക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാ ദിവസവും വന്ന് ഈ 100ഓളം ഫയൽസ് കയ്യിലെടുക്കും. ഓരോരോ ഫയലായിട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ട്രഡീഷണൽ പ്രെയർ അദ്ദേഹത്തിൻ്റെ രീതിയിൽ പരിഷ്കരിച്ചു കൊണ്ടാണ് അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തത്. ഓരോ ഫയലും എടുത്തിട്ട് അതിനെ നോക്കിക്കൊണ്ട് ആത്മാർത്ഥമായി വിത്ത് ഇൻറ്റൻഷൻ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി, അതിലൊരു ലോജിക്ക് ഉണ്ട്. കാരണം ഈ ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ധാർമ്മികമായിട്ട് നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. വയനാട്ടിൽ മധു എന്ന ചെറുപ്പക്കാരൻ പട്ടിണി കാരണം മോഷ്ടിച്ച സമയത്ത്, എന്തോ ഒരു ഭക്ഷണ സാധനം മോഷ്ടിച്ച സമയത്ത് ആൾക്കാർ അദ്ദേഹത്തെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. എന്നാൽ ആ സമയത്ത് അവർ രചിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം അയാൾ അങ്ങനെ ആയിത്തീർന്നതിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്, അല്ലേ? അവിടെ ആ ജനക്കൂട്ടം പറയേണ്ടിയിരുന്നത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നായിരുന്നു. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ഓരോരോ പേഷ്യൻസായി അവിടെ നിന്ന് സുഖപ്പെട്ട് റിലീസായി. അങ്ങനെ ആ സൈക്യാട്രിക് വാർഡ് 6 മാസം കൊണ്ട് ക്ലോസ് ഡൗൺ ചെയ്തു എന്നുള്ളതാണ് കഥ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഹോഓപ്പനോപ്പന എന്നുള്ള പ്രാക്ടീസ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതും അവരവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഇത് ക്ലീനിങ് പ്രോസസ്സാണ്, അവനവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ യൂണിവേഴ്സൽ പ്രെയറിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് ഭാരതീയമായിട്ടുള്ള കർമ്മസിദ്ധാന്തം ആണ് എന്ന് പറയാം. കാരണം കർമ്മസിദ്ധാന്തത്തെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റിലാണ് കണ്ടിരുന്നതെങ്കിൽ പാശ്ചാത്യർ അതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ കണ്ടു എന്ന് വേണം കരുതാൻ. ഇവിടെ നമ്മുടെ വിധിയാണ്, ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ തലവിധിയാണ് എന്ന് പഴിക്കുന്നതിന് പകരം അവിടെ അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇതെൻ്റെ വിധിയാണ്, ഇത് ഞാൻ തീരുമാനിക്കും, ഞാൻ ഡിസൈൻ ചെയ്യും. അപ്പോൾ കർമ്മസിദ്ധാന്തം നമുക്ക് 2 രീതിയിൽ കാണാം. ഒന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലും, മറ്റത് ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലും. അതായത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കാര്യത്തെ അല്ലെങ്കിൽ എൻ്റെ വിധിയെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഹോഓപ്പനോപ്പന എന്ന പ്രെയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് യൂണിവേഴ്സൽ പ്രെയറിന് വേണ്ടി മാറ്റിവെക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രപഞ്ചശക്തിയോട് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ, ആ ഒരു ഇൻറ്റൻഷനോട് കൂടി വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഈശ്വരനോടാണെങ്കിൽ അങ്ങനെ. ഇവിടെ നമ്മൾ മനസ്സ് കൊടുക്കേണ്ട ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഹേ യൂണിവേഴ്സ്, ഐ ആം സോറി. കാരണം ഇത്രയും കാലം എൻ്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സിനും, ഞാൻ അനുഭവിക്കുന്ന എല്ലാ പോരായ്മകൾക്കും, എല്ലാ തിന്മകൾക്കും, എല്ലാ കഷ്ടപ്പാടുകൾക്കും, ദുരിതങ്ങൾക്കും ഞാൻ മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തിയത്. ഞാൻ എൻ്റെ പേരൻസിനെ കുറ്റപ്പെടുത്തി, നാട്ടുകാരെ കുറ്റപ്പെടുത്തി, ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തി, ഈവൻ ഈശ്വരനെ പോലും പല പ്രാവശ്യം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ലോകത്തെ കുറ്റപ്പെടുത്തി. പക്ഷെ ഒരിക്കലും അവനവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ആ ഉത്തരവാദിത്തം 100% ഏറ്റെടുക്കുകയാണ്. ഇതുവരെ എല്ലാ പോരായ്മകൾക്കും, എല്ലാ കുറ്റങ്ങൾക്കും ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയതിന് ഡിയർ യൂണിവേഴ്സ്, ഐ ആം സോറി. ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഭാരം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളൊരു ഹയർ വൈബ്രേഷനിലേക്ക് എത്തിപ്പെട്ടതായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കും.
കണ്ണടയ്ക്കുന്നു. ഒരു 3 പ്രാവശ്യം ഡീപ്പായിട്ട് ഇൻഹെയിൽ എടുക്കുന്നു. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഡിയർ യൂണിവേഴ്സ്, ഇതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും, ഇതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും, ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സിനും ഞാൻ മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തിയത്. ഞാൻ ജനങ്ങളെ കുറ്റപ്പെടുത്തി, മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി, ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തി, ബന്ധുക്കളെ കുറ്റപ്പെടുത്തി, ലോകത്തെ കുറ്റപ്പെടുത്തി, ഈശ്വരനെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാണ്. 100% ഞാൻ തന്നെയാണ് ഉത്തരവാദി. സോ ഫ്രം ദിസ് മോമെൻറ്റ്, സിൻസിയർലി, I take 100% responsibility for whatever experience I am having now, for whatever the suffering, for whatever the negative results I have in my life. എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ കഷ്ടതകൾക്കും, ദുരിതങ്ങൾക്കും ഞാൻ തന്നെയാണ് ഉത്തരവാദി. 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഡിയർ യൂണിവേഴ്സ്, I am sorry, please forgive me, thank you, I love you. Dear universe, I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. I am sorry, please forgive me, thank you, I love you. 3 പ്രാവശ്യം നമ്മൾ ഡീപ്പ് ബ്രീത്ത് അഗെയിൻ എടുക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് തൻ്റെ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും ശ്വാസത്തിൻ്റെ കൂടെ പുറത്ത് വിടുന്നതായിട്ട് കൂടി സങ്കല്പിക്കുക. സോ ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, എക്സെയിൽ. ബ്രീത്ത് ഇൻ, എക്സെയിൽ. ബ്രീത്ത് ഇൻ, എക്സെയിൽ. കൈകൾ കൂട്ടിത്തിരുമുന്നു. വളരെ സോഫ്റ്റായി മുഖമൊന്ന് നമുക്ക് മസാജ് ചെയ്യാം. കണ്ണ് തുറക്കൂ. എന്താണ് നിങ്ങൾക്കുണ്ടായ ഫീലിംഗ്? ചാറ്റിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.